ഇന്ത്യയിലെ ടൂ വീലർ ഉടമകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായും നിയമപരമായും ഒരു ഇൻഷുറൻസ് പോളിസി അനിവാര്യമാണ്. വിപണിയിൽ നിരവധി പോളിസികളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മികച്ച ഒരു പോളിസി തിരഞ്ഞെടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറുകയാണ്. ഒരു ടൂ വീലർ ഇൻഷുറൻസ് പോളിസി സ്വന്തമാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ്, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്നിങ്ങനെ പൊതുവെ ടൂ വീലർ ഇൻഷുറൻസ് രണ്ട് തരത്തിലാണ് ലഭിക്കുന്നത്. തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് എന്നാൽ തേർഡ് പാർട്ടികൾക്ക് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് കവറേജ് ലഭിക്കുന്ന പോളിസിയാണിത്. അതായത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൻ്റെ ഡാമേജിന് കവറേജ് ലഭിക്കില്ല. എല്ലാ ടൂ വീലർ ഉടമകളും നിർബന്ധമായും ഒരു തേർഡ് പാർട്ടി പോളിസിയെങ്കിലും എടുത്തിരിക്കണം. അതേസമയം കോംപ്രിഹെൻസീവ് കവറേജിൽ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വാഹനത്തിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ പ്രകൃതി ദുരന്തത്തിലോ അപകടങ്ങളിലോ നിങ്ങളുടെ വാഹനത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് ലഭിക്കും. ഈ പോളിസി ഉണ്ടെങ്കിൽ വാഹനം മോഷ്ടിക്കപ്പെട്ടാലും അതിനുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് ലഭിക്കും. തേർഡ് പാർട്ടി പോളിസി പ്രീമിയത്തേക്കാൾ പ്രീമിയം കൂടുതലാണ് കോംപ്രഹെൻസീവ് പോളിസിയുടെ പ്രീമിയം കൂടുതലാണെങ്കിലും കോംപ്രഹെൻസീവ് പോളിസി എടുക്കുന്നതാണ് നല്ലത്. വാഹനത്തിന് മോഷണത്തിലൂടെയോ മറ്റ് രീതിയിലൂടെയോ ആകെ സംഭവിക്കാവുന്ന നഷ്ടത്തിനുള്ള പരമാവധി സം ഇൻഷുർഡ് എത്രയെന്നത് സൂചിപ്പിക്കുന്നതാണ് ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ അല്ലെങ്കിൽ IDV. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ വിപണി വിലയുമായി ചേർന്ന് നിൽക്കുന്നതാണ് IDV എന്നത് ഉറപ്പാക്കേണ്ടതാണ്. കുറഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷ, കൂടിയ ഇൻഷുറൻസ് പ്രീമിയം എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ തിരിച്ചറിവ് നമ്മളെ സഹായിക്കും. ഒരു ഇൻഷുറൻസ് പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങളുടെ വാഹനം പൂർണ്ണമായും തകർന്നാലോ മോഷ്ടിക്കപ്പെട്ടാലോ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്ന ഏറ്റവും കൂടിയ നഷ്ടപരിഹാരത്തിനാണ് IDV എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പോളിസി ഓരോ തവണയും പുതുക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വിലയിൽ നിന്ന് മൂല്യശോഷണം കഴിച്ചിട്ടാണ് IDV നിശ്ചയിക്കുന്നത്. നിലവിലുള്ള ഇൻഷുറൻസ് പരീക്ഷയ്ക്കൊപ്പം പ്രത്യേകതരം അധിക കവറേജ് നൽകുന്നവയാണ് ആഡ് ഓൺ കവറേജുകൾ. ഇതിനായി അധിക തുക നൽകേണ്ടതാണ്. സീറോ ഡിപ്രീസിയേഷൻ, റോഡ് സൈഡ് അസിസ്റ്റൻറ്റ്, എൻജിൻ പ്രൊട്ടക്ഷൻ, പേഴ്സണൽ അസിസ്റ്റൻറ്റ് കവർ എന്നിങ്ങനെ വിവിധ തരം ആഡ് ഓൺ പോളിസികൾ ലഭ്യമാണ്. ആഡ് ഓൺ കവർ ആകെ പ്രീമിയം വർദ്ധിക്കുമെങ്കിലും അടിയന്തര ഘട്ടത്തിൽ സഹായമായേക്കും. ഇൻഷുറൻസ് പോളിസി നേടുന്നതിന് മുമ്പ് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് അനുപാതം അതായത് CSR പരിശോധിക്കേണ്ടതാണ്. ഉയർന്ന CSR ഉള്ള കമ്പനികളാണെങ്കിൽ വലിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ക്ലെയിം സെറ്റിൽമെൻറ്റ് ലഭിക്കും. അപകടങ്ങൾ, ബ്രേക്ക് ഡൗൺ മുതലായവ അടിയന്തര സാഹചര്യങ്ങളിൽ ചിലവ് കുറഞ്ഞ സർവീസ് ലഭിക്കുന്നതിനായി ഇൻഷുറൻസ് കമ്പനിയുടെ ക്യാഷ്ലെസ് ഗാരേജുകൾ സഹായിക്കും. ഇവിടെ കമ്പനിയുടെ ഗാരേജ് നെറ്റ്വർക്ക് എത്രത്തോളം ശക്തമാണ് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കമ്പനികളുടെ പ്രീമിയങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുക, ക്ലെയിമില്ലാത്ത വർഷങ്ങളിലെ നോ ക്ലെയിം ബോണസ് നേടിയെടുക്കുക, യോജിച്ച വിധത്തിൽ ഡിഡക്റ്റബിൾ പോളിസികൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളും വാഹന ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.